ജീവിതം വലിയ ആഘോഷമാക്കിയതിലൂടെ സ്വന്തം മകനെ തന്നെ നഷ്ടമായേക്കാവുന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് നിരവധി വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ വാക്ക് തർക്കത്തെ തുടർന്ന് പിരിയേണ്ടി വന്ന ഉറ്റ സുഹൃത്ത് തൊമ്മിച്ചനെ ജോസിച്ചൻ ഒരു ദൈവദൂതനെ പോലെ തികച്ചും യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നത്. വെറുമൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്ന തൊമ്മിച്ചന് ജോസിച്ചൻ്റെ ദയനീയ അവസ്ഥയിൽ 18 ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കുവാൻ എങ്ങനെ സാധിച്ചു? എന്തുകൊണ്ട് അതിനേക്കാൾ മികച്ച ജോലി ഉണ്ടായിരുന്നിട്ടും ഒരു അത്യാവശ്യം വന്നപ്പോൾ ആ തുക കണ്ടെത്തുവാൻ ജോസിച്ചന് കഴിയാതെ പോയത്? യഥാർത്ഥത്തിൽ ജോസിച്ചന് എവിടെയാണ് തെറ്റിയത്? ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരം ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ താങ്കൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഒരു ജോസിച്ചനാകാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കാണുക. Once again, welcome back to the Tommichen Tips, powered by Dias Academy. My name is Professor Dias. തൊമ്മിച്ചൻ ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ജില്ലയായ കോട്ടയത്തെ 2 അച്ചായന്മാരാണ് ജോസിച്ചനും തൊമ്മിച്ചനും. കുടുംബ സുഹൃത്തുക്കളായിരുന്ന ഇവർ ഒരുമിച്ചാണ് പഠിച്ചതും വളർന്നതും. 2000 ഗ്രാജുവേഷന് ശേഷം ഇരുവരും കോട്ടയത്തുള്ള ഒരു വലിയ പത്രമാധ്യമ സ്ഥാപനത്തിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലിക്ക് കയറി. ജോസിച്ചൻ 2003 തൊമ്മിച്ചൻ 2004 വിവാഹിതരായി. 2006 ജോസിച്ചന് ഒരു മകൻ ജനിച്ചു. ആ മകന് ജോണിക്കുട്ടി എന്ന് പേരിട്ടു. എന്നാൽ തൊമ്മിച്ചന് ഒരു മകൻ ജനിക്കുന്നത് വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ജോണിക്കുട്ടിയെ തൊമ്മിച്ചൻ സ്വന്തം മകനെ പോലെയാണ് കണ്ടത്. പല കാര്യങ്ങളിലും ജോസിച്ചനും തൊമ്മിച്ചനും ഒരുപോലെ ആയിരുന്നെങ്കിലും ചില കാര്യങ്ങളിൽ അവർ തികച്ചും വ്യത്യസ്ത മനോഭാവം പുലർത്തുന്നവരായിരുന്നു. പൊതുവെ തൊമ്മിച്ചൻ ശാന്തശീലനും ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടാക്കി അത് അണുവിടാതെ ഫോളോ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാലം മുതൽ തനിക്ക് പണം വന്നു ചേരുമ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നല്ല ധാരണ തൊമ്മിച്ചനുണ്ടായിരുന്നു. അതിനാൽ ജോലി കിട്ടിയ ഉടനെ തൊമ്മിച്ചൻ ആദ്യം ചെയ്തത് തൻ്റെ വരുമാനത്തെ പല ഭാഗങ്ങളായി തിരിക്കുകയാണ്. ആദ്യം അദ്ദേഹം ഒരു 10% എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ സേവിങ്സ് എന്ന കാറ്റഗറിയിലേക്ക് മാറ്റി. അടുത്ത 30%, ആ സമയത്ത് 25 വയസ്സുള്ള തൊമ്മിച്ചന് 50-ാം വയസ്സിൽ ഫിനാൻഷ്യലി ഫ്രീ ആയി തൻ്റെ വലിയ ആഗ്രഹമായ സോഷ്യൽ വർക്കിലേക്ക് ഇറങ്ങണമെന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ അതിനുള്ള സമ്പാദ്യം നേടുന്നതിനായി മികച്ച രീതിയിൽ റിട്ടേൺസ് ലഭിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപിക്കുവാൻ തീരുമാനിച്ചു. പൊതുവെ മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ താല്പര്യമുള്ള തൊമ്മിച്ചൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അടുത്ത 10% തുക മാറ്റിവെച്ചു. ബാക്കി 50% തുകയാണ് തൊമ്മിച്ചൻ ചെലവഴിക്കുന്നതിനായി നീക്കിവെച്ചത്. അതിനുശേഷം തൊമ്മിച്ചൻ തൻ്റെ ചെലവുകളെ 2ആയി തരംതിരിച്ചു: നീഡ്സും വാണ്ട്സും. നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾ. ഉദാഹരണത്തിന് വീട്ടു ചെലവുകൾ. സെയിൽസിലായതുകൊണ്ട് യാത്ര ചെയ്യേണ്ടി വരും, അതിന് ഒരു ബൈക്ക് അത്യാവശ്യമാണ്, അതിൻ്റെ EMI. കൂടുതലും സെയിൽസിന് വേണ്ടി പുറത്തു പോകേണ്ടി വരുന്നതിനാൽ പലപ്പോഴും ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും, അതിനുള്ള ചെലവുകൾ. ഇങ്ങനെ നീളുന്നു തൊമ്മിച്ചൻ്റെ നീഡ്സിൽ വരുന്ന കാര്യങ്ങൾ. അടുത്തതായി വാണ്ട്സിലേക്ക് നോക്കിയാൽ തൊമ്മിച്ചൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു കാർ വാങ്ങുക എന്നത്. ജോലി ലഭിച്ചപ്പോൾ വേണമെങ്കിൽ 7 വർഷത്തെ EMIയിൽ ഒരു കാർ വാങ്ങാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്താൽ അത് തൻ്റെ സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും സാരമായി ബാധിക്കുമെന്ന് അറിയാവുന്നതിനാൽ തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചു. ജോലി കിട്ടി 2-3 മാസം കഴിഞ്ഞപ്പോൾ തൊമ്മിച്ചന് മനസ്സിലായി തൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൂടി 35% തുക മാത്രമേ ചെലവ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന 15% തുക തൻ്റെ സ്വപ്നകാർ വാങ്ങുന്നതിന് വേണ്ടി ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിക്ഷേപിച്ചു തുടങ്ങി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തതയോടെയാണ് തൊമ്മിച്ചൻ ജീവിച്ചത്. എന്നാൽ നമ്മുടെ ജോസിച്ചൻ അച്ചായൻ പൊതുവെ ഒരു എടുത്തുചാട്ടക്കാരനും ഈ കാര്യങ്ങളിലെല്ലാം തൊമ്മിച്ചന് നേരെ ഓപ്പോസിറ്റായ ഒരു വ്യക്തിയായിരുന്നു. ജോസിച്ചൻ്റെ ചിന്താഗതി നമ്മളിൽ പലരെയും പോലെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചുപൊളിച്ച് ആഘോഷിക്കാനുള്ളതാണ് എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ 2000 ജോലി കിട്ടിയ ഉടനെ ജോസിച്ചൻ ആദ്യം ചെയ്തത് തൻ്റെ ഡ്രീം കാറായ മാരുതി 800 വാങ്ങി. അതിൻ്റെ EMIയും ജോസിച്ചൻ്റെ അടിച്ചുപൊളി ജീവിതവും കൊണ്ട് ഒരു മാസത്തിൻ്റെ പകുതി ആകുമ്പോൾ തന്നെ പലപ്പോഴും ജോസിച്ചൻ സാമ്പത്തികമായി ഞെരുങ്ങാറുണ്ട്. ഈ സമയത്തെല്ലാം ജോസിച്ചൻ തൊമ്മിച്ചൻ്റെ പക്കൽ കടം വാങ്ങി ആ മാസം തികയ്ക്കുകയാണ് പതിവ്.
ഇങ്ങനെ കടം ചോദിച്ചു വരുമ്പോൾ തൊമ്മിച്ചൻ ജോസിച്ചനോട് ഇനിയെങ്കിലും സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലാവുമെന്ന് പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും തൊമ്മിച്ചൻ കടം തരാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ജോസിച്ചൻ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ജോസിച്ചൻ കടം വാങ്ങാൻ വന്നപ്പോൾ ഇവർ തമ്മിൽ വലിയ വാക്തർക്കം ഉണ്ടാവുകയും അതിൽ മനം നൊന്ന് നമ്മുടെ എടുത്തുചാട്ടക്കാരൻ ജോസിച്ചൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ദുബായിലേക്ക് പോവുകയും ചെയ്തു. നിരവധി വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ തൊമ്മിച്ചൻ കോട്ടയത്തും ദുബായിൽ ജോലി ചെയ്യുന്ന ജോസിച്ചൻ എറണാകുളത്തുമാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോസിച്ചൻ്റെ മകൻ ജോണിക്കുട്ടിയുടെ 18ാം പിറന്നാളായിരുന്നു. തൻ്റെ ഏക മകൻ്റെ 18ാം പിറന്നാൾ ആഘോഷിക്കാനായി ജോസിച്ചൻ നാട്ടിലെത്തി. ആ സമയത്ത് പ്രത്യേകിച്ചൊന്നും സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും ആർഭാടകത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മകൻ്റെ 18ാം പിറന്നാൾ വലിയ ആഘോഷമാക്കുകയും മകൻ ജോണിക്കുട്ടിക്ക് പിറന്നാൾ സമ്മാനമായി 2.5 ലക്ഷം രൂപ വരുന്ന ഒരു സൂപ്പർ ബൈക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ഈ സന്തോഷത്തിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി ജോസിച്ചൻ്റെ മകൻ ജോണിക്കുട്ടിക്ക് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും ഹെഡ് ഇഞ്ചുറി പറ്റി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത് എത്രയും വേഗത്തിൽ ഒരു മേജർ സർജറി ചെയ്താൽ ജോണിക്കുട്ടി രക്ഷപ്പെടും, അതിന് 16 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ്. ജീവിതം ആഘോഷമാക്കി നാളെക്കുറിച്ച് ചിന്തിക്കാത്ത ജോസിച്ചൻ എങ്ങനെ കണ്ടെത്താനാണ് ഈ 16 ലക്ഷം? ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഉപയോഗിച്ചാണ് മകനെ ഈ ബൈക്ക് വാങ്ങിക്കൊടുത്തത്. ഇപ്പോൾ ബാക്കിയുള്ളത് വെറും 50,000 രൂപ മാത്രമാണ്. പണം കണ്ടെത്തിയില്ലെങ്കിൽ തൻ്റെ ഏക മകനെ തന്നെ നഷ്ടമായേക്കുമെന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ഭാര്യ പിതാവിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് തൊമ്മിച്ചൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടാവുകയും യാദൃശ്ചികമായി ജോസിച്ചനെ കണ്ടുമുട്ടുന്നതും. ജോസിച്ചൻ്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയ തൊമ്മിച്ചൻ, ജോണിക്കുട്ടി എൻ്റെയും മകനല്ലേ, അവൻ്റെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നമുക്ക് നടത്താം, അതിൻ്റെ മുഴുവൻ ചെലവും ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ജോസിച്ചൻ തൊമ്മിച്ചനെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. വർഷങ്ങൾ മുൻപ് സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന് തൊമ്മിച്ചൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നേരിടുന്നതിന് വേണ്ടിയായിരുന്നു എന്നും തൻ്റെ എടുത്തുചാട്ടവും ഭാവി മുന്നിൽ കാണാതെയുള്ള ജീവിതവും തെറ്റായിരുന്നുവെന്നും ജോസിച്ചൻ ആ സമയത്ത് തിരിച്ചറിഞ്ഞു. ദൈവാനുഗ്രഹത്താൽ സർജറി വളരെ വിജയകരമാവുകയും 2 ആഴ്ചക്കുള്ളിൽ ജോണിക്കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു. സർജറിക്കും ഇത്രയും ദിവസത്തെ മറ്റ് ചെലവുകൾക്കുമായി മൊത്തം 18 ലക്ഷം രൂപ ചെലവ് വന്നു. ഈ തുക മുഴുവൻ തൊമ്മിച്ചൻ ഹോസ്പിറ്റലിൽ അടച്ചു. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകാം, നിലവിൽ ജോസിച്ചന് വരുമാനം പോലും തൊമ്മിച്ചനില്ല, പിന്നെ തൊമ്മിച്ചൻ എങ്ങനെ ഇത്ര അതിസമ്പന്നനായി എന്ന്? നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കിയാൽ അനിൽ അംബാനി, വിജയ് മല്യ, അറ്റ്ലസ് രാമചന്ദ്രൻ, ബി.ആർ. ഷെട്ടി ഇങ്ങനെ എത്രയോ അതിസമ്പന്നരാണ് പാപ്പരായി തീർന്നിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? എത്ര വരുമാനം ലഭിച്ചാലും ലഭിക്കുന്ന വരുമാനം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അധികം സമയം വേണ്ട പാപ്പരായി തീരുവാൻ എന്നതാണ്. എന്നാൽ തൊമ്മിച്ചൻ എന്താണ് ചെയ്തത്? വരുമാനം ലഭിച്ചപ്പോൾ മുതൽ വ്യക്തമായി പ്ലാൻ ചെയ്ത് മികച്ച രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ മറ്റും നിക്ഷേപിച്ചു. ഇപ്പോൾ തൊമ്മിച്ചൻ്റെ പക്കൽ 6 കോടി രൂപയുടെ സമ്പാദ്യമുണ്ട്. ശരാശരി അദ്ദേഹത്തിൻ്റെ നിക്ഷേപത്തിന് 10% വാർഷിക റിട്ടേൺസ് ലഭിച്ചാൽ, അതായത് 6 കോടി രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 60 ലക്ഷം രൂപയാണ്. നിലവിൽ ജോലി ചെയ്യുന്ന തൊമ്മിച്ചൻ്റെ പ്രതിമാസ വരുമാനം 1 ലക്ഷം രൂപയാണ്, അതായത് പ്രതിവർഷം 12 ലക്ഷം. എന്നാൽ ഇതിനേക്കാൾ 5 മടങ്ങ് തുകയാണ് ഇപ്പോൾ തൊമ്മിച്ചൻ ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങളിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ 50 വയസ്സുള്ള തൊമ്മിച്ചൻ ഇപ്പോഴേ ഫിനാൻഷ്യലി ഫ്രീ ആയി. അടുത്ത വർഷത്തോടുകൂടി ജോലികളെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ സ്വപ്നമായ സോഷ്യൽ വർക്കിലേക്ക് ഏർപ്പെടുവാനാണ് തൊമ്മിച്ചൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തുക്കളെ, ഇനിയും ജോസിച്ചനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ജോസിച്ചൻ്റെ മുമ്പിൽ ദൈവദൂതനായി തൊമ്മിച്ചൻ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളുടെ മുമ്പിൽ ആര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ജോസിച്ചനാണോ തൊമ്മിച്ചനാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ജോസിച്ചനെ പോലെ ഇന്ന് ജീവിച്ചാൽ നാളെ വലിയ വില തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. എന്നാൽ തൊമ്മിച്ചനെ പോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ചെറിയ വില കൊടുത്തേ പറ്റൂ. ആ വില കൊടുക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ താങ്കൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഡെസ്കുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മലയാളികളുടെ ഇടയിലെ കഥാരൂപത്തിലുള്ള ഏക ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗാണ് തൊമ്മിച്ചൻ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച പുത്തൻ ഉൾക്കാഴ്ചകൾ നൽകുന്ന തൊമ്മിച്ചൻ്റെയും ജോസിച്ചൻ്റെയും പുതിയ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.